പാലാ നഗരസഭയിലെ രാഷ്ട്രീയ നാടകങ്ങൾ ഇപ്പോൾ തികച്ചും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ വാർത്താ പ്രാധാന്യത്തോടെ അഭിമാനത്തോടെ UDF തിരിച്ചുപിടിച്ച പാലാ നഗരസഭയിൽ നിന്ന് ചില ആഭ്യന്തര തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് വിരുദ്ധർ ആരും അധികം തുള്ളേണ്ട. കാരണം ഈ തർക്കങ്ങളിലെല്ലാം തന്നെ അന്തിമവും ശക്തവുമായ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം കാര്യങ്ങൾ നേരെ KPCCക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതായത് ഈ പ്രശ്നത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നത് ഇപ്പോൾ KPCCയുടെ കയ്യിലായിരിക്കുന്നു. സകല അധികാരവും ഇപ്പോൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ കൈകളിലേക്ക് എത്തി. ഈ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇവിടെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കണം എന്നൊക്കെ ഇനി അവസാന വാക്ക് KPCCയുടേത് മാത്രമായിരിക്കും. സത്യം പറഞ്ഞാൽ മുൻപ് പലതവണ ജില്ലാ നേതാക്കൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതാണ്. MP-യും MLA-യും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പലരും നേരിട്ട് ഇടപെട്ടിട്ടും പ്രാദേശിക പ്രശ്നങ്ങൾ പോലും ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ഈ പ്രശ്നങ്ങൾ നീണ്ടുപോയപ്പോഴാണ് ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല എന്ന കർശന നിലപാടിലേക്ക് പാർട്ടി എത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കിയത്. നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിക്കാൻ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തസ്സിനും UDFന്റെ നയങ്ങൾക്കും വിരുദ്ധമായിട്ട് ആര് മുന്നോട്ട് പോയാലും അതിനെ വെച്ചുപൊറിപ്പിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകിയത്. സമാധാനപരമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം കുഴഞ്ഞുമറിഞ്ഞ ഈ തമ്മിലടി ഇനി ജില്ലാ നേതൃത്വത്തിന്റെ കൈകളിൽ മാത്രം ഒതുങ്ങില്ല എന്ന് വ്യക്തമായതോടെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നതാണ് കോൺഗ്രസിന് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തർക്കവുമായി ഈ ഭരണം തുടരണോ എന്ന് ചോദിക്കുന്ന നേതാക്കൾ പോലും ഇന്ന് കോൺഗ്രസിലുള്ളത്. ആദ്യ നഗരസഭയിലെ ചില കൗൺസിലർമാർ മാത്രമാണ് ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ രംഗത്ത് വന്നത് എങ്കിൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് പാർട്ടി ഒന്നാകെ ആ വികാരത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വം എടുക്കാൻ പോകുന്ന ആ ശക്തമായ തീരുമാനം എന്താണെന്നാണ് ഇപ്പോൾ പാല ഉറ്റുനോക്കുന്നത്. എന്നാൽ മണ്ഡലം കമ്മിറ്റിയുടെ ഈ പ്രമേയത്തെ തങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്ന മട്ടിലാണ് സ്വതന്ത്ര കൂട്ടായ്മയായ പുളിക്കക്കണ്ടം കുടുംബം പ്രതികരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചാൽ മാത്രമേ തങ്ങളുടെ നിലപാട് പറയൂ എന്നാണ് അവർ പറയുന്നത്. എങ്കിലും നഗരസഭയിൽ ഒരു അവിശ്വാസ പ്രമേയത്തിലുള്ള സാഹചര്യം തങ്ങൾ ഉണ്ടാക്കില്ല എന്നും അവർ നേരത്തെ വ്യക്തമാക്കിയതായിരുന്നു. ഇനി ഭരണപക്ഷത്ത് ഈ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ LDF-ൽ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ അവർ പതിവ് പോലെ കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോലുമുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. തർക്കങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് നിരീക്ഷിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇതിനിടയിൽ പതിവ് പോലെ അവസരവാദ നിലപാടുമായി കേരള കോൺഗ്രസ് എം അധ്യക്ഷൻ ജോസ് കെ മാണിയും രംഗത്തെത്തി. പാലയിലേത് UDFന്റെ ആഭ്യന്തര പ്രശ്നമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ സ്വതന്ത്ര മുന്നണിയുമായി സഹകരിച്ചാൽ അപകടകരമാണെന്ന് തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും അവരുമായി തങ്ങൾ സഹകരിക്കില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. പാലാ നഗരസഭയിൽ ഭരണപ്രതിസന്ധി ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും പക്ഷേ നഗരസഭ അനാഥമാകാൻ അനുവദിക്കില്ല എന്നുമാണ് ജോസ് കെ മാണിയുടെ അവകാശവാദം. അതേസമയം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ബിജു പാലു പടവനും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. സ്വതന്ത്ര മുന്നണിയുമായിട്ട് സഹകരിക്കാൻ തങ്ങൾക്കും താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നഗരസഭയിൽ കടുത്ത ഭരണ പ്രതിസന്ധി ഉണ്ടെന്നും ചെയർപേഴ്സൺ അടക്കമുള്ളവർ സ്വയം രാജിവെക്കുവാൻ തയ്യാറാണെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ട ആവശ്യം പോലും വരുന്നില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ പ്രതിപക്ഷം എന്ത് കൊതിച്ചാലും എന്ത് കാത്തിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്: പാലാ നഗരസഭയുടെ ഭാവി ഇനി പൂർണ്ണമായിട്ടും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ കൈകളിൽ ഭദ്രമാണെന്നത്. പാർട്ടിയുടെ അന്തസ്സും ജനങ്ങളുടെ താല്പര്യവും മുൻനിർത്തി KPCC എടുക്കാൻ പോകുന്ന ആ അന്തിമ തീരുമാനം എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.